അസ്സലാമു അലൈക്കും. എല്ലാവർക്കും സുഖമാണല്ലോ. എല്ലാവർക്കും റസോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് നല്ലൊരു മധുരമുള്ളൊരു പലഹാരമാണ് നെയ്യട. ഇത് കണ്ണൂർക്കാരുടെ സ്പെഷ്യൽ പലഹാരമാണ്. ഇതിൽ പാല്, മുട്ട, പഞ്ചസാര, മൈദ, നെയ്യ്, കാഷ്യൂ, കിസ്മിസ് ഇതെല്ലാം ചേർത്ത് ലെയറായിട്ട് ഉണ്ടാക്കിയെടുക്കുന്നതാണ്. നല്ല ടേസ്റ്റാണ്. എളുപ്പത്തിലുണ്ടാക്കാനും പറ്റും. മധുരം ഇഷ്ടപ്പെടുന്നവർക്ക് തീർച്ചയായിട്ടും ഇത് ഇഷ്ടമാവും. അപ്പോൾ ഇതെങ്ങനെ ഉണ്ടാക്കുന്നത് നമുക്ക് നോക്കാം. ഇതിന് വേണ്ട ചേരുവകളെല്ലാം ഞാൻ റെഡിയാക്കിയിട്ടുണ്ട്. ഒരു 1.25 കപ്പ് പാല്, 1.25 കപ്പ് പാലും അതിലേക്ക് 1.25 കപ്പ് മൈദയും ചേർക്കണം. എന്നിട്ടിത് കട്ടാതെ നന്നായിട്ട് അടിച്ചെടുക്കണം. കട്ടയില്ലാതെ കലക്കണം. ഇത് നല്ല ലൂസായിട്ടുള്ള കൂട്ടാണ് വേണ്ടത്. ആദ്യം നമുക്ക് പാലും മൈദയും ചേർത്തിട്ട് ഒന്ന് കട്ട അടിച്ചെടുക്കാം. അത് കഴിഞ്ഞിട്ട് കുറേശ്ശെ വെള്ളം ചേർത്തിട്ട് നമുക്കിത് ലൂസാക്കി എടുക്കാം. 1 കപ്പ് പഞ്ചസാര ഞാൻ എടുത്തിട്ടുണ്ട്. അതിൽ നിന്ന് 2 വലിയ സ്പൂൺ പഞ്ചസാര മൈദയിലേക്ക് ചേർക്കണം. ബാക്കിയുള്ള പഞ്ചസാര നമുക്ക് മുട്ടയിൽ ചേർക്കാനുള്ളതാണ്. 2 ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർക്കാം. അത് കഴിഞ്ഞിട്ട് ഒരു നുള്ളു ഉപ്പ് ഇതിലേക്ക് ചേർക്കുക. എന്നിട്ട് വീണ്ടും നന്നായിട്ട് അടിക്കുക. കുറേശ്ശായി വെള്ളം ചേർക്കാം. എന്നിട്ട് വീണ്ടും നന്നായിട്ട് അടിക്കുക. നല്ല ലൂസായിട്ടുള്ള കൺസിസ്റ്റൻസിയാണ് വേണ്ടത്. ഇതേപോലെ എന്നിട്ട് ഇത് നമുക്ക് അങ്ങോട്ട് മാറ്റി വെക്കാം. ഒരു 5 മുട്ട ഞാൻ എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ മാറ്റി വെച്ച പഞ്ചസാര, ഒരു 3/4 കപ്പോളം പഞ്ചസാര ഉണ്ടാവും, അത് ഇതിലേക്ക് ചേർക്കുക. പിന്നെ ഒരു നുള്ളി ഏലക്കായ്പ്പൊടി ഇതും കൂടെ ചേർത്തിട്ട് മുട്ട നന്നായി അടിച്ചെടുക്കണം. പഞ്ചസാര നന്നായി അലിയുന്നത് വരെ അടിച്ചെടുക്കണം. പഞ്ചസാര കുറേ സമയം എടുക്കും അലിഞ്ഞ് കിട്ടാൻ. പഞ്ചസാര അലിഞ്ഞ് വരുന്നവരെ നന്നായിട്ട് അടിച്ചെടുക്കുക. ഇനി നമുക്ക് കുറച്ച് അണ്ടിപ്പരിപ്പും കിസ്മിസും വറുത്തെടുക്കണം. ഒരു നോൺ സ്റ്റിക്ക് പാത്രം അടുപ്പിൽ വെച്ചിട്ടുണ്ട്. അതൊന്ന് കത്തിച്ച് ചൂടായതിന് ശേഷം നമ്മളിതിലേക്ക് നെയ്യ് പുരട്ടണം. ആദ്യം ഒന്ന് നെയ്യ് പുരട്ടുക. ഒന്ന് ചുറ്റിച്ചതിന് ശേഷം ആദ്യത്തെ ലെയർ ഒഴിക്കണം. ആദ്യം മൈദക്കൂട്ടാണ് ഒഴിക്കേണ്ടത്. 2 സ്പൂൺ മൈദക്കൂട്ട് ഒഴിച്ചതിന് ശേഷം ഒന്ന് ചുറ്റിച്ചിട്ട് മൈദ കുക്കാകുന്നത് വരെ ഒന്ന് മൂടി വെക്കണം. ഒഴിച്ചിട്ട് നമുക്കൊന്ന് ചുറ്റിക്കാം. എന്നിട്ടിത് മൂടി വെക്കാം. മൈദ പെട്ടെന്ന് കുക്കാവും. ഇതിന് മുകളിലേക്ക് നെയ്യ് പുരട്ടി കൊടുക്കണം. ഒരു 1-2 ടേബിൾ സ്പൂൺ നെയ്യ് പുരട്ടുക. എന്നിട്ട് അതിൻ്റെ മേലെ മുട്ടക്കൂട്ടൊഴിക്കണം. മുകളിലായിട്ട് കുറച്ച് കിസ്മിസ് അണ്ടിപ്പരിപ്പും വിതറി കൊടുക്കുക. എന്നിട്ടൊന്ന് വീണ്ടും മൂടി വെക്കുക. മുട്ടയും നന്നായിട്ട് കുക്കായിട്ടുണ്ട്. എന്നിട്ട് അതിൻ്റെ മേലെ വീണ്ടും നമ്മുടെ മൈദക്കൂട്ട് ഒഴിച്ചു കൊടുക്കുക. ഇങ്ങനെ ലെയറായിട്ട് ഒഴിച്ചു കൊടുക്കണം. നമ്മുടെ കൂട്ട് തീരുന്നത് വരെ ഇങ്ങനെ ഒഴിച്ചുകൊണ്ടേയിരിക്കുക. ആദ്യം മൈദ ഒഴിച്ചു, പിന്നെ അതൊന്ന് കുക്കായതിന് ശേഷം അതിന്മേലെ നെയ്യ് പുരട്ടി, പിന്നെ അതിലേക്ക് മുട്ട ഒഴിച്ചു.
പിന്നെ അണ്ടിപ്പരിപ്പ് കിസ്മിസ് വിതറി കൊടുത്ത് പിന്നെയും അത് മൂടി വെച്ചു. പിന്നെയും വെന്ത് വരുമ്പോൾ പിന്നെയും നമ്മൾ മൈദ ഒഴിക്കുന്നു, പിന്നെയും മുട്ട ഒഴിക്കുന്നു, പിന്നെയും അണ്ടിപ്പരിപ്പും കിസ്മിസും മേലെ വിതറുന്നു. അങ്ങനെ ലെയറായിട്ട് വേണം നമ്മളിത് ചെയ്ത് കൊടുക്കാൻ. ഓരോ ലെയറിനും നെയ്യ് പുരട്ടാൻ മറക്കരുത്. ലെയറായിട്ട് വരണമെങ്കിൽ നമുക്ക് നെയ്യ് പുരട്ടി കൊടുക്കണം. ഓരോ ലെയറിനും 2 ടേബിൾ സ്പൂൺ വീതം നെയ്യ് പുരട്ടി കൊടുക്കുക. അങ്ങനെ എല്ലാം ഒഴിച്ചു കഴിഞ്ഞതിന് ശേഷം നമുക്കിത് മൂടി വെച്ചിട്ട് ഒരു കുറച്ച് സമയം, ഒരു 10-15 മിനിറ്റ് ഒന്ന് ചെറിയ തീയിൽ വേവിച്ചെടുക്കണം. എല്ലാവരെയും ഒരു കാര്യം ഓർമ്മിപ്പിക്കുന്നു, എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യണം. ആദ്യമായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യണം. സബ്സ്ക്രൈബ് ചെയ്താൽ മാത്രം പോരാ, അതിന് തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ പ്രസ് ചെയ്യണം. അതിൽ നിന്ന് ഓൾ എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്യണം. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോയുടെ എല്ലാ നോട്ടിഫിക്കേഷനും കിട്ടും. ഓക്കെ. എയർ കയറിയിട്ട് ചില ഭാഗം പൊങ്ങി വരും. അത് നമ്മളിങ്ങനെ സ്പൂണ് കൊണ്ടുവന്ന് ഇങ്ങനെ ചെറുതായിട്ട് അമർത്തി കൊടുത്താൽ മതി. എയർ ബബിൾസ് അങ്ങ് പോയിക്കോളും. ഏറ്റവും മുകളിലായി മൈദയാണ് ഒഴിക്കേണ്ടത് കേട്ടോ. അവസാനത്തെ ലെയർ വരെ ഒഴിച്ചു കഴിഞ്ഞതിന് ശേഷം നമുക്ക് അതിന് മുകളിൽ അണ്ടിപ്പരിപ്പ് മുന്തിരിങ്ങ കുറച്ച് കൂടുതലായിട്ട് ചേർക്കണം. എന്നിട്ട് മൂടി വെച്ചിട്ട് ചെറിയ തീയിൽ ഇതൊന്ന് 10-15 മിനിറ്റ് വേവിച്ചെടുക്കണം. ആയിക്കഴിഞ്ഞു. നമുക്കിത് കമഴ്ത്തിയിട്ട് മറ്റൊരു പ്ലേറ്റിലേക്ക് മാറ്റാം. ഇത് മറിച്ചിട്ടിട്ട് നമുക്ക് കഷ്ണങ്ങളായിട്ട് മുറിച്ചെടുക്കാം. സ്ക്വയറായിട്ട് കട്ട് ചെയ്തിട്ട് നമുക്ക് സെർവ് ചെയ്യാം. സ്ക്വയറായിട്ടോ റൗണ്ടായിട്ടോ നിങ്ങൾക്ക് ഏത് ഷേപ്പിൽ വേണമെങ്കിലും കട്ട് ചെയ്തിട്ടെടുക്കാം. എല്ലാവർക്കും ഇഷ്ടമാവും. എല്ലാവരും ഉണ്ടാക്കി നോക്കണം. അടുത്ത് തന്നെ നല്ലൊരു റെസിപ്പിയുമായിട്ട് വീണ്ടും വരാം. അതുവരേക്കും എല്ലാവർക്കും താങ്ക്സ്.